ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരളൻ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ വന്നിരിക്കുന്നത് സുഭാഷ് പാർക്കിലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ആശ്വാസ കേന്ദ്രമാണിത്. ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ തിരികെ എത്തിയത് ഇവിടെ. മാധവും കിങ്ങിണിയും അതിൻ്റെ ത്രില്ലിലാണ്. സ്ലൈഡ്സും സീസോയും സിങ്സും എല്ലാം ഇവിടെയുണ്ട്. ചെറുപ്പത്തിൽ ഞാനൊന്നും പാർക്കിൽ പോയിട്ടേയില്ല. എൻ്റെ വീടിന് മുന്നിലുള്ള പാടത്താണ് എൻ്റെ കളികളെല്ലാം. തെങ്ങുകയറ്റത്തിന് ശേഷം ഒരു കുന്നോളം വലിപ്പത്തിൽ ഓലകളെല്ലാം പാടത്ത് കൂട്ടിയിട്ടിട്ടുണ്ടാകും. അതിനു മുകളിൽ ചാടി സ്ലൈഡ് ചെയ്തിറങ്ങുകയാണ് പ്രധാന വിനോദം. ഇനി വേറൊരു കലാപരിപാടിയുണ്ട്. വീട്ടിലുള്ള കന്നുകാലികൾക്ക് വൈക്കോൽ വാങ്ങുമ്പോൾ കൂനകളായി കെട്ടുകെട്ടായി മുകളിലേക്ക് ഒരു മല പോലെ കൂട്ടിയിടും. ഞങ്ങൾ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും അതിനു മുകളിൽ കയറി ചാടി ചാടി സ്ലൈഡ് ചെയ്തിറങ്ങും. സന്ധ്യയാകുന്നതോടുകൂടി മേലൊക്കെ ചൊറിയാൻ തുടങ്ങും. നേരെ കുളത്തിലേക്ക് പോകും. കുളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന പുളിമരത്തിൽ കയറി തലകുത്തി മറിഞ്ഞ് വെള്ളത്തിലേക്ക് ചാടും. അച്ചാച്ചന്റെ ചൂരൽ കഷായത്തിന്റെ രുചി ഞാൻ പലതവണ അറിഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ആസ്വദിച്ച ആ ചെറുപ്പകാലത്തിന്റെ പകുതി പോലും എൻ്റെ കുട്ടികൾ ആസ്വദിക്കുന്നില്ല. ഞങ്ങളിങ്ങനെ ആ പാർക്കിലൊക്കെ ചുറ്റി നടന്നു. എന്നെ അവർ ഒറ്റയ്ക്കാക്കി നേരെ നടന്നു. ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തു വരാമെന്ന് പറഞ്ഞു. അതിനിടയിൽ ഞാനൊരു പാമ്പിനെ കണ്ടു. ശരിക്കും ഒറിജിനൽ പാമ്പിനെ വെല്ലുന്ന പോലെ തന്നെ. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. ഇവിടെ റെസ്റ്റ് ചെയ്യാനും ഇടമുണ്ട്. ഞാൻ ശരിക്കും പേടിച്ചു പോയത് ഇവിടെയാണ്. എൻ്റെ കൂടെ നിന്നവരാരുമില്ല. എനിക്കിതൊക്കെ മതിയാകും പേടിക്കാൻ. അവിടെ നിന്നും അധികമൊന്നും വീഡിയോകൾ ഞാൻ എടുത്തില്ല. പാമ്പുകളെ എനിക്ക് പണ്ടേ പേടിയാണ്. കാവിൽ വിളക്ക് വയ്ക്കുന്ന സമയത്തെല്ലാം ഞാൻ വളരെ പേടിച്ചാണ് പോയിരുന്നത്. അന്നു കയറിക്കൂടിയ പേടി ഇന്നും എനിക്കുണ്ട്. പാർക്ക് വൃത്തിയോടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലൈറ്റിങ്ങും സോങ്സും എല്ലാം കിടിലമാണ്. ഞാനിവിടെ മെയിനായും വരുന്നത് മരങ്ങളെ നിരീക്ഷിക്കാനാണ്. എനിക്ക് ആ മരങ്ങളും കായലും ഒക്കെ കാണാനാണ് ഏറെ ഇഷ്ടം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളുള്ളപ്പോൾ മരങ്ങളെ നിരീക്ഷിക്കാൻ പാടില്ല. ചൂട് കപ്പലണ്ടിയും കുറിച്ച് കായൽ തീരവും നോക്കി കപ്പലുകളെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പാർക്കിംഗ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് എറണാകുളം ജെട്ടിക്കകത്തായിരുന്നു. ഇതാണ് എറണാകുളം KSRTC ഡിപ്പോ. അവിടെ സൈഡിലുണ്ടായിരുന്ന കടയിൽ നിന്ന് ഉപ്പ് സോഡയും കുടിച്ച് ഒന്ന് റീഫ്രഷായി. KSRTC ഡിപ്പോ അധികം വൃത്തിയോടെയല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നിറച്ച് ചപ്പും ചവറുമാണിവിടെ. അവിടെ നിന്നും വണ്ടിയെടുത്തു. പിന്നീട് ഞങ്ങൾ ചുറ്റി വളഞ്ഞാണ് വീട്ടിലെത്തിയത്. എറണാകുളം ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നു. ഞാൻ ആദ്യമായി എറണാകുളത്തെത്തിയപ്പോൾ എന്നെ അതിശയിപ്പിച്ച ഫ്ലാറ്റുകളുടെ സമുച്ചയമാണിത്. ആദ്യമായി കാണുമ്പോൾ എന്തിനോടും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും. കാഴ്ചകളെല്ലാം അങ്ങനെ തന്നെ. ഇനി എൻ്റെ ഒരു ഇഷ്ടം പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരിക്കാൻ ഇഷ്ടം ആകാശമാണ്. വളരെ ചിലവ് കുറഞ്ഞതും മനസ്സിന് സന്തോഷം നൽകുന്നതുമായ ഒരു സമയമാണത്. ഓരോ ദിവസവും പലതരത്തിലായിരിക്കും കാഴ്ചകൾ. അതിലേറ്റവും സന്തോഷം നൽകുന്നത് വെളുപ്പിനുള്ള കാഴ്ചകളാണ്. വെളുപ്പിന് എഴുന്നേറ്റ് വേണം ഈ നിരീക്ഷണം നടത്താൻ. അതുപോലെ സന്ധ്യയ്ക്കും ചെയ്യാം. മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണതും. ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇനിയൊരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിനെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നമ്മുടെ ചിന്തകളെ വേറെ ആർക്കും വേണ്ടി ദുർവിനിയോഗം ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യൻ്റെ ചിന്തകളാണ് അയാൾക്ക് ഏറ്റവും സമാധാനം കൊടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഔട്ടിങ്ങും കഴിഞ്ഞ് ഫുഡും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി. കുട്ടി യാത്രകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ബായ്.